ഈ ഒരു ട്രേഡ് എങ്ങനെ എടുത്തു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ട്രേഡ് പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ കറൻ്റ്ലി മാർക്കറ്റ് ഇത്രയും ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ട് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ലിക്വിഡിറ്റി കംപ്ലീറ്റ്ലി മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന ലെവൽ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ കംപ്ലീറ്റ്ലി നമ്മൾ ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഈ ഒരു ലെവലിൽ ഉണ്ടാവുന്ന അഗ്രസീവ് എൻട്രി മോഡൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മിഡിലാണ് നമ്മളുടെ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ്. ഇവിടെ കംപ്ലീറ്റ്ലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ്. സോ ഈ ലിക്വിഡിറ്റി മാനിപ്പുലേഷന് ശേഷം ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന് ഉണ്ടാവുന്ന കണ്ടിന്യൂവേഷൻ എൻട്രിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു മൊമെൻറ്റം മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സോണാണ്. സോ അതിനുശേഷം നല്ല രീതിയിൽ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന കണ്ടിന്യൂവേഷൻ ട്രേഡാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ദിവസത്തിൽ പോണേ. സോ ഇവിടെ നമ്മൾ ഓ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ എടുത്തിട്ടായിരിക്കും ഈ ട്രേഡ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഓവറോൾ ട്രേഡ് സെറ്റപ്പ് ഇന്നത്തെ ഒരു ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു സോണിലേക്ക് വരുന്ന കണ്ടീഷനിലായിരിക്കും നമ്മൾ ഡൗൺ സൈഡിലേക്കുള്ള പ്ലാൻ നോക്കുക. ഓക്കെ, അപ്പ് സൈഡിലേക്ക് ചിലപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യും. സോ ഇതിലേക്ക് നമുക്കൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മൾ നോക്കൂ. പക്ഷേ കൺഫർമേഷൻ എൻട്രി നമുക്ക് ഡൗൺ സൈഡിലേക്കാണ്. ഓക്കെ, സോ നമ്മളിവിടെ എടുത്തിട്ടുള്ള ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് എൻട്രിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50 മിറ്റിഗേറ്റ് ചെയ്ത സിറ്റുവേഷൻ 50 മിനിറ്റിൻ്റെ സിറ്റുവേഷൻ. സോ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ട്രേഡ് ആക്കിയിട്ടുള്ളത്. കറൻ്റ്ലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു ഫസ്റ്റ് കണ്ടീഷനാണ്. സോ ഇതൊരു റിസ്ക് എൻട്രി ആണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്ന് അഗ്രസീവായിട്ട് മാർക്കറ്റ് അപ്സൈഡ് വരുന്നുണ്ട്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇന്ന് വന്നിട്ടുള്ള അപ്സൈഡ് മൊമെൻറ്റത്തിൻ്റെ ഒരു മിറ്റിഗേഷൻ സോൺ, ഒരു മിറ്റിഗേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇതാണ് കറൻ്റ് നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. സോ കംപ്ലീറ്റ് എടുക്കാനല്ല, നമ്മൾ അതിലൊരു ആറാണ് മെയിൻലി ഫോക്കസ് ചെയ്യണേ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണെന്നുള്ളത് നോക്കാം. ടൈപ്പ് 2 കണ്ടീഷനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചാണ് നമ്മൾ 1:2 നമുക്ക് ഈ പറയുന്ന ഇൻഡെക്സിലുള്ളത്, ഫ്യൂച്ചേഴ്സിലുള്ളത്. സോ ഇതാണ് നമ്മൾ പ്രീമിയത്തിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതാണ് 1:2 വരിക. ഓക്കെ, നമ്മൾ ചെറിയൊരു ബഫർ ഇന്നും പ്രീമിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ 10 പോയിൻറ്റിലേക്ക് ഞാനൊന്ന് ട്രെയിൽ ചെയ്യണേ. ഇന്ന് നമ്മൾ കുറച്ചധികം ഹോൾഡ് ചെയ്യേണ്ടി വരും മിക്കവാറും. നോക്കാം, ഞാൻ അഗ്രസീവായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്തത്. അഗ്രസീവ് എൻട്രി അങ്ങനെയാണ്. സോ ഞാൻ അധികം ഇനി ഹോൾഡ് ചെയ്യാനുള്ള പ്ലാൻ ഇല്ല കേട്ടോ. ഞാനത് നമുക്കിത് ബ്രേക്ക് ചെയ്യില്ല. അഗെയിൻ കൺസോൾട്ടേഷൻ ഫേസ് ആണെങ്കിൽ ഈ ഒരു ലോയിനെ കട്ട് ചെയ്തിട്ട് മാർക്കറ്റ് അഗെയിൻ ഒരു റേഞ്ച് കാണിക്കണമെങ്കിൽ നമ്മളതൊരു ബ്രേക്ക് ഈവനിലേക്കോ അല്ലെങ്കിൽ അത് പയ്യെ ബ്രേക്ക് ഈവനിലേക്കായിരിക്കും, മേ ബി ബ്രേക്ക് ഈവനിലേക്കായിരിക്കും. ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടും അഗ്രഷൻ കാണിക്കുന്നില്ലെങ്കിലുള്ള കാര്യമാണ്.
പക്ഷെ ഞാൻ ഒന്നും കൂടെ റിസ്ക് ഒന്ന് ലിമിറ്റ് ചെയ്യാൻ കേട്ടോ. ഈ ഒരു കറണ്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്വിങ്ങിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്വിങ്ങിലേക്ക് കറണ്ടിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സ്വിങ്ങിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് കറണ്ടിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഏകദേശം 6 പോയിൻറ്റ്സ് ആണ്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് 300 ക്വാണ്ടിറ്റി ആണ്. 1800 ആണ് ഇപ്പോൾ നമ്മൾ റിസ്ക് ഒന്ന് കുറച്ചിട്ടുള്ളത്. കാരണം ഒരു സ്ട്രെങ്ത് മാർക്കറ്റ് കാണിക്കുന്നില്ല. കറണ്ട്ലി 1:1 കറണ്ട്ലി റണ്ണിങ് ആണ്. ഇവിടെ ഓൾറെഡി നമ്മളുടെ RR എന്താണോ അതിലേക്ക് പ്രോപ്പർലി വന്നിട്ടുണ്ട്. സോ ഞാനിവിടെ ചെയ്യുന്ന അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഒരു ബ്രേക്ക് ഈവൺ ഇനി ഇതിനകത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. ബ്രേക്ക് ഈവൺ ആണ്. നമുക്കിനി ലോസ് ഉണ്ടാവാൻ പാടില്ല. നിയർ നമ്മളുടെ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഓൾറെഡി ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ 150 ക്വാണ്ടിറ്റി ആണ് നിയർ പ്ലാൻ ചെയ്യുന്നത്. 1:1 പ്ലാൻ കംപ്ലീറ്റ് ടാർഗറ്റിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ഇനി ടോട്ടൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതുണ്ടാവും. 50 മിനിറ്റിൻ്റെ ടോട്ടൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതുണ്ടാവും. ഈ ലോയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഡേ ലോ നമ്മൾ ഓൾറെഡി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളുടെ കംപ്ലീറ്റ്ലി ഇന്നത്തെ പ്ലാൻ എന്നുള്ളത്. സോ അതിലേക്ക് നമ്മൾ ഫസ്റ്റ് പ്ലാൻ എൻട്രി എടുത്തിട്ടുള്ളത് ഈ പറയുന്ന 24,864 എന്നുള്ള പ്രൈസിലേക്കാണ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു എക്സിക്യൂഷനാണ് കറണ്ട്ലി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അല്ല പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, വിട്ടേക്കാം. സോ ഓൾറെഡി മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. നിയർ ടാർഗറ്റിലേക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് എന്തായാലും ബാക്കി നോക്കാം. ഓൾമോസ്റ്റ് 1:2 കഴിഞ്ഞു. ഏകദേശം ഒരു 1:2.5 എന്നുള്ള പ്രൈസിലേക്ക് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ആക്കാം. ഇത് 1:1 ആണ് ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 0.5 മാക്സിമം അഗ്രസീവായിട്ടുള്ള ട്രെയിലിങ് ഞാൻ 30 സെക്കൻഡിൽ ചെയ്യാനുള്ള പ്ലാനാണ് കേട്ടോ. 0.5 ടാപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ആ ഒരു റേഞ്ചിലേക്ക് വന്നിട്ട്. അല്ലാത്ത പക്ഷേ അത് ബ്രേക്ക് ഈവണിലേക്ക് പോകുന്നത് തന്നെ നല്ലത്. കാരണം നമുക്ക് ഇവിടെ എന്തായാലും RR കിട്ടില്ല. 1:2 ഇതല്ല കേട്ടോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ച് നോക്കുമ്പോൾ താഴെയാണേ. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്, മെയിൻ സ്റ്റോപ്പ് ലോസ്. നമ്മളിപ്പോൾ ട്രെയിൽ ചെയ്ത് ഇവിടെ വന്നുള്ളൂ. ഇതാണ് നമ്മൾ RR കിട്ടേണ്ടത്. ഇപ്പോൾ കറണ്ട്ലി ലോസ് ഇല്ല. സോ ഇതാണ് നമ്മളുടെ പ്രോപ്പർ SL വെച്ചിട്ട് കറണ്ട്ലി ഈ സ്വിംഗ് ലോ നമുക്ക് വെക്കാം. എന്നാലും നമുക്ക് അവിടെ ഒരു RR വന്നിട്ടില്ല. വെയിറ്റാക്കാം. ഞാനപ്പോൾ ഇവിടെ നിയർ ടാർഗറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണത് മെയിൻലി. മനസ്സിലായോ? പിന്നെ 50 മിനിറ്റ് ക്യാൻഡിൽ സിറ്റുവേഷൻ നോക്കട്ടെ. ഓക്കെ, ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മിഷൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മേ ബി കണ്ടിന്യൂഷൻ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം എന്തായാലും.
ടോട്ടലി ഉള്ളതിൻ്റെ ഒരു 150 നമ്മൾ എന്ത് ചെയ്യാം, ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 150 കൊണ്ട് ട്രെയിലിങ് സ്റ്റാർട്ട് ചെയ്യണം. ബാലൻസ് നമ്മൾ ബ്രേക്കുകൾ വെക്കണം. കംപ്ലീറ്റ് ക്വാണ്ടിറ്റി നമ്മൾ നോക്കുകയാണ്, കാരണം നമുക്ക് ഓൾമോസ്റ്റ് നിയർ ടാർഗറ്റിൻ്റെ അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ കംപ്ലീറ്റ് ക്വാണ്ടിറ്റി നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യണം. പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് വർക്കൗട്ട് ചെയ്യണം. സോ ഓക്കെ, ഇയർ പ്രൈസിലേക്ക് പോകാം. സോ 1:2 എന്തായാലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് തന്നെ നമ്മൾ സ്വിച്ച് ചെയ്തേക്കാം കേട്ടോ. ഓൾറെഡി 1:2 കറക്റ്റായിട്ട് നമുക്കിവിടെ ഉണ്ട്. ഓൺലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 8,000-ലാണ്. സോ ഒരു 6,000 ആ ഒരു പ്രൈസ് വരും നമുക്ക് 1:2 എന്ന് പറയുമ്പോൾ. സോ അഗെയിൻ ഈ ഒരു ക്യാനലിലേക്ക് നമുക്ക് സ്കെയിൽ ചെയ്യാം. നമുക്ക് പോയി 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. കറൻ്റ്ലി ഓക്കെ. ഇപ്പം നമുക്ക് ട്രെയിലിങ് പോയി 1 മിനിറ്റിലേക്ക് ഈ ഒരു ക്യാൻഡിൽ ക്ലോസിന് ശേഷം 1 മിനിറ്റിൽ ട്രെയിൽ ചെയ്ത് പോവാം. അറൗണ്ട് നമുക്കൊരു 1:2.5 എടുത്തായിട്ടുണ്ട് ഏകദേശം. നോക്കാം, വെയിറ്റ് ആക്കാം. നിഫ്റ്റി ഓൾറെഡി അതിന് ശേഷം നല്ല ഫോളോ തന്നിട്ടുണ്ടാവും കേട്ടോ. അതാണ് ഇത്ര മൊമെൻറ്റം കണ്ടോ. ഓൾറെഡി നല്ലൊരു റിവാർഡ് കഴിഞ്ഞിട്ടും നല്ലൊരു മൊമെൻറ്റം കണ്ടോ. 1:4 ഇവിടെ പോയിട്ടുണ്ട്. നമ്മളവിടെ 1:2.5 ആണ് എടുത്തിട്ടുള്ളത്. സോ നമ്മൾ എടുത്തിട്ടുള്ള എൻട്രി സ്റ്റോപ്പ് ലോസ് കുറച്ച് ഇവിടെയും നമ്മളിന്ന് ബഫർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ കറൻ്റ് നല്ലൊരു എക്സിക്യൂഷൻ ഇന്നും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്ലാനും ഉണ്ടായിരുന്നു അല്ലേ. ഈ ഒരു പ്ലാനിലേക്ക് ഇനി കണ്ടിന്യൂഷൻ റേറ്റ്സ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് കറൻ്റ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അത് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടാർഗറ്റ്. എന്നാലും നല്ലൊരു RR നമുക്ക് ഇവിടെ കളക്ട് ചെയ്യാൻ പറ്റി. 1:2 എന്നുള്ളത് 2.5 എടുക്കാൻ പറ്റി. സോ നമ്മളുടെ ഇന്നത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 7,875 ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. സോ നൈസ്.